ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെബി എന്ന് പറയുന്ന സെക്ഷൻസിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. കുറേ അധികം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതായത് കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് നമുക്ക് ലിസ്റ്റിങ്ങിൻ്റെ ഒബ്ലിഗേഷൻസ് ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഒരു ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ തരത്തിലുള്ള റെഗുലേഷൻസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ICDR എന്നാണ് അതിനെ പറയുന്നത്. ദാറ്റ് മീൻസ് ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് റെഗുലേഷൻസ് 2018. അതായത് ഒരു കമ്പനി ഈ പറയുന്നത് പോലെ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് നോക്കണേ. അതിനകത്ത് ആദ്യത്തേത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്ലിക്കബിലിറ്റിയാണ്. ആർക്കൊക്കെയാണ് ഇത് അപ്ലിക്കബിൾ? അതായത് ഏതൊക്കെ കമ്പനികളാണ് അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഏത് ഫോളോ ചെയ്യേണ്ടത്? ICDR അല്ലെങ്കിൽ ആ റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ആൻഡ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ ബൈ ആൻ അൺലിസ്റ്റഡ് ഇഷ്യൂവർ. അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫർ ആണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. ആൻഡ് റൈറ്റ് ഇഷ്യൂ 10 കോടി രൂപയ്ക്ക് മുകളിൽ കയറി വരുന്ന റൈറ്റ് ഇഷ്യൂ ആണെങ്കിൽ, കണ്ടോ, 10 crore ഓർ മോർ, 10 കോടി രൂപയ്ക്ക് മുകളിലുള്ള റൈറ്റ് ഇഷ്യൂസ് ആണ് കയറി വരുന്നതെങ്കിൽ അവിടെയും ഈ പറയുന്ന റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. എ ഫർദർ പബ്ലിക് ഓഫർ ബൈ ലിസ്റ്റഡ് ഇഷ്യൂവർ, അതായത് ഈ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ചെയ്ത് അവർ ലിസ്റ്റഡ് ഇഷ്യൂറായി. ഇനി ആ ലിസ്റ്റഡ് ഇഷ്യൂറിന് കുറച്ചും കൂടെ ക്യാപിറ്റൽ വേണം എന്നുള്ളൊരു സാഹചര്യത്തിൽ ഫർദറായിട്ട് ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാം. അങ്ങനെ ഫർദറായിട്ട് ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്ന നേരത്തും ഈ പറയുന്നത് പോലെ ഈ റെഗുലേഷൻസ് അപ്ലിക്കബിൾ ആണ്. ആൻഡ് പ്രിഫറൻഷ്യൽ ഇഷ്യൂസ്, ഓക്കെ, പ്രിഫറൻഷ്യൽ ഇഷ്യൂസ് ആണെങ്കിലും ഇത് ഫോളോ ചെയ്യണം. ആൻഡ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലേസ്മെന്റ് ബൈ ഇഷ്യൂവർ. ഓക്കെ, അതായത് ലിസ്റ്റർ ഇഷ്യൂവറുടെ ഈ പറയുന്ന ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ്സ് ആണെങ്കിലും എന്ത് ഫോളോ ചെയ്യണം? ഈ റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് ആൻഡ്, കണ്ടോ, റൈറ്റ് ഇഷ്യൂ, അതായത് ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സിനകത്ത് കയറി വരുന്ന പ്രൈമറി ആണെങ്കിലും അതിൻ്റെ റൈറ്റ് ഇഷ്യൂ ആണെങ്കിലും ഈ പറയുന്നത് ഫോളോ ചെയ്യണം. ആൻഡ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ ബൈ എ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് അവരുടെ ഓഫർ ആണെങ്കിലും എന്ത് ചെയ്യണം? ഇത് ഫോളോ ചെയ്യണം. ആൻഡ് ലിസ്റ്റിംഗ് on the institutional trading platform through an insurer or without an issue. അതായത് കണ്ടോ, പുതിയൊരു ടേം ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ട്. ത്രൂ ആൻ ഇഷ്യൂ ഓർ വിത്തൗട്ട് ആൻ ഇഷ്യൂ. ആൻഡ് ദ ലാസ്റ്റ് വൺ, ബോണസ് ഇഷ്യൂ ബൈ ദ ലിസ്റ്റഡ് ഇഷ്യൂവർ. അതായത് ഒരു ലിസ്റ്റഡ് ഇഷ്യൂവർ ബോണസ് ഇഷ്യൂ ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെയും ഈ പറയുന്ന റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. ഇവിടെ നോക്കി 2-3 ടേം നിങ്ങൾക്ക് വളരെ മിസ്സിംഗ് ആയിരിക്കും. നമുക്കത് ഓരോന്ന് എടുത്ത് കഴിയുമ്പോഴേ, ഇപ്പം ഈ പറയുന്നത് പോലെ ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് വരുന്നുണ്ട്, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് വരുന്നുണ്ട്, നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എന്താണെന്ന് നോക്കണം. അതേപോലെ തന്നെ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്താണെന്ന് നോക്കണം. ഇതൊക്കെ അതാത് ടേമിൽ വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ നിങ്ങൾ ഇപ്പം നിലവിൽ അപ്ലിക്കബിലിറ്റി എന്താണെന്ന് മാത്രം ആലോചിക്കുക. നോർമൽ കേസിനകത്ത് ഒരു ഇനീഷ്യൽ പബ്ലിക് ഓഫർ ചെയ്യുമ്പോഴാണ് ഒരു കമ്പനി ലിസ്റ്റഡ് ആവണേ, അല്ലേ? അതായത് അവരുടെ ക്യാപിറ്റൽ ഈ പറയുന്നത് പോലെ ഒക്കെ ആയി അതൊരു പബ്ലിക് ആവുന്ന നേരത്താണ്. സോ അതുവരെ അവരെന്തായിരിക്കും? അൺലിസ്റ്റഡ് ഇഷ്യൂവർ ആയിരിക്കും. സോ ഒരു അൺലിസ്റ്റഡ് ഇഷ്യൂവർ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ചെയ്യണമെങ്കിൽ ഈ റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. ഇനി അവർ ലിസ്റ്റഡ് ആയി, ദാറ്റ് മീൻസ് ലിസ്റ്റഡ് ആയതിനു ശേഷം ഫർദറായിട്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിലും ഇത് വേണം. ബോണസ് ഇഷ്യൂ ചെയ്യാനാണെങ്കിൽ ഇത് വേണം. പ്രിഫറൻഷ്യൽ ഇഷ്യൂ ആണെങ്കിൽ ഇത് വേണം. 10 കോടി രൂപയ്ക്ക് മുകളിൽ റൈറ്റ് ഇഷ്യൂസ് കയറി വരുന്ന നേരത്തും ഇത് വേണം. ദാറ്റ് മീൻസ് ഈ പറയുന്ന റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. മനസ്സിലായി? ഇവിടെ ഈ പറഞ്ഞ ടേംസ് ആണ് നിങ്ങളുടെ പ്രശ്നം. നമുക്കത് വഴിയെ ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, നമ്മുടെ മെറ്റീരിയലിനകത്ത് കൊടുത്തിരിക്കുന്നതിനകത്ത് ഇതിന് ഡെഫിനിഷൻസ് കൊടുത്തിട്ടില്ല. പക്ഷേ കുറച്ച് ഡെഫിനിഷൻസ് നമുക്ക് അറിഞ്ഞാലേ നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, okay, anchor investor എന്ന് പറയുന്ന term means a qualified institutional buyer who makes an application for a value at least 10 crore rupees in a public issue on the main board. Okay, your board എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് നമ്മൾ പറയണേ. to the main board through the book building process in accordance with these regulations, or make an application for a value of at least 2 crore rupees for an issue made in accordance with the chapter 9 of this regulation. അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫർ ബൈ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിനെ കുറിച്ചാണ് ചാപ്റ്റർ 9 പറയുന്നത്. മനസ്സിലായി? സോ ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ആങ്കർ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഒരു ഷെയർ ട്രേഡ് ചെയ്യുന്ന നേരത്ത് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരിൽ എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻസ് വഹിക്കുന്ന ഒരാൾ. ഓക്കെ, അവിടെ 2-3 ടേം നിങ്ങൾ മനസ്സിലാക്കണം. മീൻസ് എ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയ്യേഴ്സ് who makes an application for value at least എത്ര കോടി രൂപ? 10 കോടി രൂപയ്ക്കെങ്കിലും വേണം. in a public issue on the main board made through the book building process. കണ്ടോ, ഇവിടെ ഒരു പുതിയ ടേം ആണ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന സാധനം. നമുക്കത് എന്താണെന്ന് അവിടെ എത്തുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഇങ്ങനെ മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്ന് വെച്ചാൽ
നമ്മുടെ ഷെയർസിന് മാർക്കറ്റിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലായി? രണ്ട് രീതിയിലാണ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന പോലെ പബ്ലിക് ഓഫറിന് കൊടുത്തിട്ട് ഇനീഷ്യൽ പബ്ലിക് ഓഫർ മുഖേന നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഷെയർസ് ഇഷ്യൂ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് അടുത്ത സ്കോപ്പ് എന്ന് പറയുന്നത് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സാണ്. ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഷെയർസ് മാർക്കറ്റിലോട്ട് ഇറക്കിയിട്ട് ഈ പല കാറ്റഗറിയിലുള്ള ആൾക്കാരിലോട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കും, ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. ആ ഡിമാൻഡ് ക്രിയേറ്റിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇതിൻ്റെ പ്രൈസ്, ഇതിൻ്റെ അല്ലെങ്കിൽ ഈ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലൂടെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്ത് ഇത് ഇഷ്യൂ ചെയ്യേണ്ടി വരും. ഓക്കെ, ആ ടേംസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സോ ഇവിടെ ആങ്കർ ഇൻവെസ്റ്റർ എന്ന് പറയുന്നതിനെ ഇങ്ങനെ മാത്രം നിങ്ങൾ വിചാരിക്കുക. ഇതേപോലെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് അവർ മിനിമം എത്ര കോടി രൂപയെങ്കിലും, അറ്റ്ലീസ്റ്റ് 10 കോടി രൂപയെങ്കിലും ഈ പറയുന്ന മെയിൻ ബോർഡിലോട്ട്, ദാറ്റ് മീൻസ് ഈ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് അവർ എന്ത് ചെയ്തിരിക്കണം, ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ, institutional investors means the qualified institutional buyer or the family trust or intermediary registered with the boardil register ചെയ്തിരിക്കുന്ന intermediaries with a net worth of more than 500 crore 500 കോടി രൂപയ്ക്ക് മുകളിൽ നെറ്റ് വർത്ത് ഉള്ള ആൾക്കാർ, as per the last audited financial statement for the purpose of listing or trading the institutional trading platform in terms of chapter 10. Chapter 10-നകത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളെ കുറിച്ചാണ് പറയണേ. നമുക്കത് വഴിയെ ഇനിയും പറയാനുണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം. സോ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ള ആൾക്കാരാണ്, രണ്ട് കാറ്റഗറിയുള്ള ആൾക്കാരാണ്. ഒന്നിനെ നമുക്ക് ഈ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ്, നിങ്ങൾ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ടാകും ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അവരെയും നമ്മൾ എന്തായിട്ടാണ് പറയണേ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടാണ് പറയണേ. ഇത് കൂടാതെ ഫാമിലി ട്രസ്റ്റ് ഓർ ഇന്റർമീഡിയറീസ് രജിസ്റ്റേർഡ് വിത്ത് ദ ബോർഡ്, മിനിമം എത്ര കോടിയെങ്കിലും 500 കോടി രൂപയെങ്കിലും നെറ്റ് വർത്ത് ഉള്ള ഈ പറയുന്ന ഇന്റർമീഡിയറീസിനെയാണ്, അല്ലെങ്കിൽ ഇന്റർമീഡിയറീസിനെയും കൂടിയാണ് നമ്മൾ ഏതെന്ന് പറയണേ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 10 കോടി രൂപയെങ്കിലും ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, നമ്പർ 1. ആൻഡ് നമ്പർ 2, ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് കാറ്റഗറിയിൽ വരും. ഒന്ന് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സും വരും, ആൻഡ് നെക്സ്റ്റ് വൺ അതല്ലാത്ത വേറെ ആൾക്കാർ, പക്ഷേ അവർക്ക് മിനിമം എത്രയെങ്കിലും 500 crores 500 കോടി രൂപയുടെ എങ്കിലും എന്തുണ്ടായിരിക്കണം, നെറ്റ് വർത്ത് ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു ടേമാണ് QIB, എന്താ, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ്. എല്ലാ കാറ്റഗറിയിലും നമ്മൾ ഇതുവരെ കേട്ടിരിക്കുന്ന എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരും ഈ പറയുന്ന ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിനകത്താണ് പറഞ്ഞത്. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് വരാം, മ്യൂച്വൽ ഫണ്ട്സ് വരാം, ബാങ്ക് വരാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരാം. അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരും ഏതിനകത്താണ് പറഞ്ഞത്, ഈ പറയുന്ന ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിനകത്താണ് പറഞ്ഞത്. മനസ്സിലായി? സോ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് അവരുടെ ഒരു നല്ല എമൗണ്ട് എവിടെ, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരാണ്, ഫസ്റ്റ് വൺ. ആൻഡ് ദ സെക്കൻഡ് വൺ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. രണ്ട് കാറ്റഗറിയാണ്. ഫസ്റ്റ് വണ്ണിനെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് എന്ന് പറയുന്നു. ആൻഡ് സെക്കൻഡ് വൺ ഇതല്ലാത്ത വേറെ ആൾക്കാർ, പക്ഷെ അവർക്ക് മിനിമം 500 കോടി രൂപയുടെ നെറ്റ് വർത്ത് വേണം. ആൻഡ് ദ തേർഡ് വൺ, ഓക്കെ, ലിസ്റ്റഡ് ഇഷ്യൂവർ. നമ്മൾ പല സ്ഥലങ്ങളിലും പറഞ്ഞു, ഇപ്പോൾ കഴിഞ്ഞാലത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ലിസ്റ്റഡ് ഇഷ്യൂവർ. ആരാണ് ലിസ്റ്റഡ് ഇഷ്യൂവർ എന്ന് നോക്കാം. ഓക്കെ, മീൻസ് ഇഷ്യൂവർ ഹൂസ് ഇക്വിറ്റി ഷെയർസ് ആർ ലിസ്റ്റഡ് ഓൺ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഹാവിംഗ് നാഷൻ വൈഡ് ട്രേഡിംഗ് ടെർമിനൽസ്. അതായത് ഇഷ്യൂവർ ആണ്, അവരുടെ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് നാഷണൽ വൈഡ് റേഞ്ച് ഉള്ള, ഓക്കെ, ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ എന്തെന്ന് പറയണേ, ലിസ്റ്റഡ് ഇഷ്യൂവർ എന്ന് പറയണേ. ഓക്കെ, സോ അവിടെ ഇപ്പം നിങ്ങളൊരു കമ്പനി തുടങ്ങി നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ തുടങ്ങിയുള്ളെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവിടെ ലിസ്റ്റഡ് ഇഷ്യൂവർ ആയിരിക്കില്ല, അവിടെ അൺലിസ്റ്റഡ് ആയിരിക്കും, അല്ലേ? കാരണം എന്താ, അവർ ഈ പറയുന്നത് പോലെ ഷെയർസ് ഇഷ്യൂ ചെയ്ത് അത് ലിസ്റ്റ് ചെയ്ത് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് അവർ ലിസ്റ്റഡ് ആവണേ. സോ ഇവിടെ ലിസ്റ്റഡ് ഇഷ്യൂവർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഒരു നാഷണൽ വൈഡ് റേഞ്ച് ഉള്ള അല്ലെങ്കിൽ നാഷണൽ വൈഡ് കവറേജ് ഉള്ള ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്ത് അവരുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ലിസ്റ്റഡ് ഇഷ്യൂവർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വരുന്ന വീഡിയോകളിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, നോക്കാം. ആൻഡ് ദ നെക്സ്റ്റ് വൺ, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മീൻ ദ ഇൻവെസ്റ്റർ അതർ ദാൻ ദ റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ ആൻഡ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർ. രണ്ട് കാര്യം പറഞ്ഞേ, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ അവിടെ എന്താണെന്ന് പറഞ്ഞു, അല്ലേ? സോ ഇവിടെ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്താണെന്ന് നോക്കി, മീൻ ആൻഡ് ഇൻവെസ്റ്റർ അതർ ദാൻ, ആരാവരുത്, അതർ ദാൻ എ റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ ആൻഡ് ദ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർ. അങ്ങനെയാണെങ്കിൽ ആരാണ് റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ്? ഓക്കെ, ദ റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ മീൻസ് ആൻ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ ഹു അപ്ലൈസ് ഓർ ബിഡ്സ് ഫോർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ഫോർ എ വാല്യൂ ഓഫ് നോട്ട് മോർ ദാൻ
2 lakh rupees. മനസ്സിലായി? അവിടെയും ഒരു മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് ഫോർ എ വാല്യൂ നോട്ട് മോർ ദാൻ 2 lakh rupees, 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോകരുത്. ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഇവിടെ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ചിട്ടാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലാത്തവരെല്ലാവരും നമുക്ക് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് കണക്കാക്കാം. പക്ഷേ അവിടെയും പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് അതർ ദാൻ ഏതും കൂടെ റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും കൂടെ വരും. സോ അങ്ങനെയാണെങ്കിൽ എന്താണ് റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് എന്നാണ് നോക്കിയേ. ഈ പറയുന്നത് പോലെ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ആണ് who applies or bids for specified securities for a value of not more than 2 lakh rupees. അതായത് അവർ ഈ പറയുന്ന പോലെ ഒരു സെക്യൂരിറ്റി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് ബിഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുന്നത് എത്ര രൂപ മാത്രമാണ്? 2 lakh rupees മാത്രമാണ്. ഓക്കെ, സോ ലിസ്റ്റഡ് ഇഷ്യൂവർ എന്താണെന്ന് മനസ്സിലാക്കുക. അവർ ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരെ അൺലിസ്റ്റഡ് ഇഷ്യൂവർ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യണേ. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു വൈഡ് റേഞ്ചിനകത്തുള്ള കുറേ കാര്യങ്ങൾ വരും. ഓക്കെ, പിന്നെ പറഞ്ഞത് ആങ്കർ ഇൻവെസ്റ്റേഴ്സ് ആണ്. ദാറ്റ് മീൻസ് അവർ ഒരു ബൾക്ക് എമൗണ്ട് തന്നെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. അതിനാണ് ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയണേ. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെയും ഈ പറയുന്ന പോലെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സും അതേഴ്സും വരുന്നുണ്ട്. അതിനകത്തൊരു സ്പെസിഫൈഡ് കാറ്റഗറി പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ പറയുന്നത് പോലെ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനകത്ത് എല്ലാം വരും. ഏതൊഴികെ? ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഒഴികെ, അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ഒഴികെ. അതിനകത്ത് അടുത്ത കാറ്റഗറിയാണ് എന്താണ് റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ്. അവിടെയും പറയുന്നത് ഒരു 2 ലക്ഷം രൂപയുടെ മാക്സിമം. മനസ്സിലായി? ആൻഡ് ദ ലാസ്റ്റ് വൺ SME എക്സ്ചേഞ്ച് മീൻസ് ദ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. ഈ SME എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ സ്റ്റോക്ക് മാർക്കറ്റ് പോലെ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. മീൻസ് എ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഓഫ് എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഹാവിംഗ് നാഷൻ വൈഡ് ടെർമിനൽസ്. അതായത് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ എന്തിനാ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ SME എക്സ്ചേഞ്ച് എന്ന് പറയണേ. പെർമിറ്റഡ് ബൈ ദ ബോർഡ് ടു ലിസ്റ്റ് ദ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ചാപ്റ്റർ 9 ആൻഡ് ഇൻക്ലൂഡ്സ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഗ്രാൻറ്റഡ് റെക്കഗ്നേഷൻ ഫോർ ദിസ് പർപ്പസ് ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ മെയിൻ ബോർഡ്. സോ SME എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഏതെങ്കിലും ഒരു മെയിൻ ബോർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ നാഷണൽ വൈഡ് കവറേജ് ഉള്ള ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? അവർക്ക് ഈ പറയുന്ന പോലെ ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണേ? ഈ പറയുന്ന SME എക്സ്ചേഞ്ച് ആയിട്ട് ട്രീറ്റ് ചെയ്യണേ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ അതെന്താണെന്ന് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയാലേ നമുക്ക് ഇനി ഇതിനകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. സോ നമ്മൾ ഇനി ഈ ചാപ്റ്ററിലോട്ട് കിടക്കാൻ പോവാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതിൻ്റെ അപ്ലിക്കബിലിറ്റിയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ കുറച്ച് ഡെഫിനിഷൻസ് കയറി വന്നു. ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തി ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇങ്ങനെ ഒരു ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഇഷ്യൂവർ ഇങ്ങനെ ഒരു ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് റെഗുലേഷൻസ് കയറി വരുന്നത്? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ജനറൽ കണ്ടീഷൻസ് ഫോർ ദ പബ്ലിക് ഇഷ്യൂ ആൻഡ് റൈറ്റ് ഇഷ്യൂ. അതായത് നിങ്ങളൊരു പബ്ലിക് ഇഷ്യൂ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളൊരു റൈറ്റ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിലോ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ജനറൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് നോക്കേണ്ടത്. സോ നിങ്ങളൊരു കമ്പനിയാണെന്ന് വിചാരിക്കുക, നിങ്ങൾ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾ എന്തൊക്കെ കണ്ടീഷൻസ് ഫോളോ ചെയ്യണം? ഫസ്റ്റ് വൺ, ആൻ ഇഷ്യൂവർ ഷാൾ നോട്ട് എലിജിബിൾ ടു മേക്ക് ഇനീഷ്യൽ പബ്ലിക് ഓഫർ. ഓക്കെ, ഇനീഷ്യൽ പബ്ലിക് ഓഫർ ചെയ്യാൻ പാടില്ല. എങ്ങനെയാ? ഇഫ് ദ ഇഷ്യൂവർ എനി ഓഫ് ഇറ്റ്സ് പ്രൊമോട്ടേഴ്സ് ഓർ പ്രൊമോട്ടർ ഗ്രൂപ്പ് ഓർ ഡയറക്ടേഴ്സ് ഓർ സെല്ലിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആർ ഡീബാർഡ് ഫ്രം ആക്സസിംഗ് ദ ക്യാപിറ്റൽ മാർക്കറ്റ് ബൈ ദ ബോർഡ്. അതായത് ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് ഡീബാർ ചെയ്തിട്ടുള്ള ഇഷ്യൂവർക്കോ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിനോ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിൻ്റെ ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഷെയർസ് സെല്ല് ചെയ്യുന്ന ആൾക്കാരെയോ ഈ പറയുന്ന നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് ഈ ബോർഡ് ദാറ്റ് മീൻസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീബാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്ന സാധനം ചെയ്യാൻ പാടില്ല. പോയിന്റ് നമ്പർ 1. നമ്പർ 2, ഇഫ് എനി ഓഫ് ദ പ്രൊമോട്ടേഴ്സ് ഓർ ഡയറക്ടേഴ്സ് ഓഫ് ദ issuer is a promoter or director of any other company which is debarred from accessing the capital market. അതായത് ഒരു കമ്പനീനെ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് ഡിബാർ ചെയ്തിട്ടുണ്ട്. ആ കമ്പനിയിലുണ്ടായിരുന്ന ഡയറക്ടേഴ്സിനും പ്രൊമോട്ടേഴ്സും വേറെ കമ്പനി തുടങ്ങിയിട്ട് ആ കമ്പനി മുഖേനയും അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ദാറ്റ് മീൻസ് ഡയറക്ടേഴ്സിനെയോ പ്രൊമോട്ടേഴ്സിനെയോ ഡിബാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പാടില്ല. ഈ പറയുന്ന ഡയറക്ടേഴ്സും പ്രൊമോട്ടേഴ്സും വേറെ ഏതെങ്കിലും കമ്പനിയുടെ ഡയറക്ടേഴ്സോ പ്രൊമോട്ടേഴ്സോ ആയിരുന്നു. ആ കമ്പനീനെ ഡിബാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനിക്ക് മാത്രമല്ല ഇവർക്കും അല്ലെങ്കിൽ ഇവരുള്ള വേറെ കമ്പനിക്കും എന്ത് ചെയ്യാൻ പാടില്ല? ഈ ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്ന സാധനം ചെയ്യാൻ പാടില്ല. ആൻഡ് ദ തേർഡ് വൺ, ഇഫ് ദ ഇഷ്യൂർ ഓർ എനി ഓഫ് ഇറ്റ്സ് പ്രൊമോട്ടർ ഓർ ഡയറക്ടർ ഈസ് എ വിൽഫുൾ ഡിഫാൾട്ടർ. ദാറ്റ് മീൻസ് അവർ ഈ പറയുന്ന ഇഷ്യൂറോ അല്ലെങ്കിൽ പ്രൊമോട്ടറോ ഡയറക്ടറോ ഒരു വിൽഫുൾ ഡിഫാൾട്ടർ ആണെങ്കിൽ
അണ്ടർ ലോ വിൽഫുൾ ഡിഫാൾട്ടർ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, അതായത് എന്തെങ്കിലും ഈ പറയുന്ന പോലെ റീപേ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അവർക്കും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇഫ് എനി ഓഫ് ഇറ്റ്സ് പ്രൊമോട്ടേഴ്സ് ഓർ ഡയറക്ടേഴ്സ് ഈസ് എ ഫിഗറ്റീവ് എക്കണോമിക് ഒഫൻഡർ. ഓക്കെ, ഈ ടേം ഫിഗറ്റീവ് എന്ന് പറയുന്ന ടേം നിങ്ങൾക്ക് കൊമേഴ്സ് ഒക്കെ പഠിച്ച ആൾക്കാർക്കും ഈ പറയുന്ന നീരവ് ബോധയുടെ കേസിനകത്തും വിജയ് മല്യയുടെ കേസിനകത്തൊക്കെ നമുക്ക് കുറേ സുപരിചിതമായിട്ടുള്ളൊരു കാര്യമാണ്. ദാറ്റ് മീൻസ് ഏതെങ്കിലും തരത്തിലുള്ള എക്കണോമിക് ഒഫൻസിനകത്ത് പെടുകയും ഓക്കെ, എന്നിട്ട് ഒരു അറസ്റ്റ് വരുന്നൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതിനടിസ്ഥാനപ്പെടുത്തി കേസ് വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ വിട്ട് പോവുകയും പിന്നീട് ഈ പറയുന്നത് പോലെ ഇന്ത്യയിലോട്ട് തിരിച്ചു വരാത്തൊരു സാഹചര്യം വരികയും ചെയ്യുമെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫിഗറ്റീവ് എക്കണോമിക് ഒഫൻഡർ എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ആരെങ്കിലും ആണെങ്കിൽ അവർക്കും എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്ന സാധനം ചെയ്യാൻ പാടില്ല. ആൻഡ് ലാസ്റ്റ് വൺ, unless it has entered into an agreement with the depository or dematerialization of equity shares and convertible securities already issued or proposed to be issued. അതായത് എന്ത് വേണം, ഈ ഓഫറിന് മുമ്പായിട്ട് ഇവരുടെ സെക്യൂരിറ്റീസ് എല്ലാം ഏതിലോട്ട് മെറ്റീരിയലൈസ്, എഗ്രിമെന്റ് ഓഫ് ഡെപ്പോസിറ്ററി ഫോർ ഡീമെറ്റീരിയലൈസേഷൻ. മനസ്സിലായി? അതായത് നിങ്ങൾ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റിലോട്ട് നിങ്ങൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടി വരും, ഇതിനെ ഡീമെറ്റീരിയലൈസ് ചെയ്യണം. എന്നാലേ ഇതിനൊരു നമ്മൾ ഈ പറയുന്ന പോലെ ഷെയർ ട്രേഡിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പോസിബിൾ ആവുള്ളൂ. സോ അതിനുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്ന എലമെന്റ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് unless all existing partly paid equity shares of the issuer have either been fully paid or forfeited. മനസ്സിലായി? അതായത് അൺലെസ് എക്സിസ്റ്റിംഗ് പാർട്ട്ലി പെയ്ഡ് ഇക്വിറ്റി ഷെയർസ്, നിലവിൽ നിങ്ങളത് പബ്ലിക് ഇഷ്യൂ നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിലുള്ള നിലവിലുള്ള പാർട്ട്ലി പെയ്ഡ് ഇക്വിറ്റി ഷെയർസിൻ്റെ എല്ലാം എന്താക്കേണ്ടി വരും, ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കേണ്ടി വരും. അതല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, അതിനെ ഫോർഫീറ്റ് ചെയ്ത് കളയേണ്ടി വരും. സോ ഇത്രയാണ് ജനറൽ കണ്ടീഷൻസ് പറയണേ. ഈ ജനറൽ കണ്ടീഷൻസ് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമുക്കൊരു ഈ പറയുന്ന പോലെ ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് ഒരു ഇഷ്യൂ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പബ്ലിക് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, ഇപ്പോൾ ജനറൽ ഇഷ്യൂസ് ആണ് പറഞ്ഞത്, അല്ലെങ്കിൽ ജനറൽ കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് പബ്ലിക് ഇഷ്യൂ ആയിട്ട് കയറി വരുന്ന, അതായത് നമ്മളൊരു എന്താ പറയുക, പബ്ലിക്കിലോട്ട് ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, റിക്വയർമെൻറ്റ്സ് ഫോർ പബ്ലിക് ഇഷ്യൂ. സോ നിങ്ങളൊരു പബ്ലിക് ഇഷ്യൂ ചെയ്യാൻ പോവാണ്. അങ്ങനെ പബ്ലിക് ഇഷ്യൂ നിങ്ങൾ ചെയ്യുന്ന നേരത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ ഇവിടെ റിക്വയർമെൻറ്റ്സ് ആയിട്ട് പറഞ്ഞത്. നോക്കി, രണ്ടായിട്ടാണ് തരംതിരിക്കണേ. ഒന്നിനെ ഇനീഷ്യൽ പബ്ലിക് ഓഫറായിട്ടും പിന്നെ ഒന്നിനെ ഫർദർ പബ്ലിക് ഓഫറായിട്ടും. ദാറ്റ് മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അൺലിസ്റ്റഡ് ഇഷ്യൂവർ ഇനീഷ്യലി പബ്ലിക്കിലോട്ട് ഓഫർ ചെയ്യുകയാണെങ്കിൽ റെഗുലേഷൻ നമ്പർ 6(1) ആണ് പറയണേ, ആൻഡ് 6(2) രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങളൊരു അൺലിസ്റ്റഡ് ഇഷ്യൂവർ ആണ്, നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഇനീഷ്യൽ പബ്ലിക് ഓഫറാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് രണ്ട് രീതിക്കാണ്. റെഗുലേഷൻ 6(1) പ്രകാരം കുറച്ച് കണ്ടീഷൻസ് നമ്മളോട് പറയുന്നുണ്ട്, 6(2) പ്രകാരവും കുറച്ച് കണ്ടീഷൻസ് നമ്മളോട് പറയുന്നുണ്ട്. ഓക്കെ, റെഗുലേഷൻ 6(1) പ്രകാരം നമ്മളോട് പറയുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ബേസ് പറയാം, എന്നിട്ട് ഓരോന്നിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതായത് നെറ്റ് ടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ കണ്ടീഷൻസ് പറയുന്നുണ്ട്, ആവറേജ് പ്രീ ടാക്സ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ കണ്ടീഷൻ പറയുന്നുണ്ട്, നെറ്റ് വർത്തിൻ്റെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഇനി ചേഞ്ച് ഓഫ് നെയിം, പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ, കമ്പനിയുടെ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ ഫോളോ ചെയ്യേണ്ട കണ്ടീഷൻസ് പറയുന്നുണ്ട്. മനസ്സിലായി? സോ നിങ്ങളൊരു ഇനീഷ്യൽ പബ്ലിക് ഓഫറാണ് നടത്താൻ പോകുന്നത്. നിങ്ങൾക്ക് രണ്ട് രീതിയാണ് പറയുന്നത്. അത് റെഗുലേഷൻ 6 പ്രകാരമാണ് രണ്ട് രീതിയിൽ പറയണേ. 6(1) പ്രകാരം നിങ്ങളോട് പറയുന്നത് ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ, ഇത്രയും കണ്ടീഷൻസ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഈ കണ്ടീഷൻസ് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ബുക്ക് ബിൽഡ് ഇഷ്യൂ എന്ന് പറഞ്ഞ് വേറൊരു മെത്തേഡ് പ്രകാരം നിങ്ങൾക്ക് ഇനീഷ്യൽ പബ്ലിക് ഓഫർ ചെയ്യാം. മനസ്സിലായി? അവിടെ പറയുന്നത് എന്താണെന്ന് നോക്കി, അറ്റ്ലീസ്റ്റ് 75% പ്ലസ്, അതായത് ബുക്ക് ബിൽഡ് ഇഷ്യൂ നടത്താം. അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നത് അറ്റ്ലീസ്റ്റ് 75% ടു ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ്. ആ രീതിക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ബുക്ക് ബിൽഡ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാൻ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അടുത്തത് ഫർദർ പബ്ലിക് കണ്ടീഷനാണ്. ഫർദർ പബ്ലിക് കണ്ടീഷൻസ് എന്ന് വെച്ചാൽ ഇനീഷ്യലി അല്ല, ഇത് സെക്കൻഡറിയോ അല്ലെങ്കിൽ അതിന് ശേഷം എപ്പോഴെങ്കിലും കയറി വരുന്ന ഫർദർ ഓഫർ ആണെങ്കിൽ അല്ലെങ്കിൽ ഫർദർ ഇഷ്യൂ ആണെങ്കിൽ അവിടെ റെഗുലേഷൻ 6(1) അതിനകത്തുള്ള 4 or 6(2) ഇതാണ് പറയണേ. അതായത് ഇത് കണ്ടോ, ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് നെറ്റ്, അതായത് രണ്ട് കണ്ടീഷൻസ് മാത്രമാണ് അവിടെ പറയണേ. ഈ പറയുന്ന ആദ്യത്തെ 4 കണ്ടീഷൻസ് വേണ്ട, 2 കണ്ടീഷൻസ് ആണ് പറയണേ. അതല്ലെങ്കിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്യാം, ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് ബുക്ക് ബിൽഡ് ഇഷ്യൂ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാം.
ഓക്കെ. സോ ജനറൽ കണ്ടീഷൻസ് പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ. ഇനി നിങ്ങൾ പബ്ലിക്കിലോട്ട് ഇഷ്യൂ ചെയ്യാൻ പോകുന്ന സമയത്ത് ഇനിഷ്യലി ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അവിടെ റൂൾ നമ്പർ 6(1) പ്രകാരവും 6(2) പ്രകാരവും ചെയ്യാം. 6(1) പ്രകാരം 4 കാര്യങ്ങളാണ് പറയണേ. ആ 4 ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണെന്ന്. അതല്ലെങ്കിൽ 6(2) പ്രകാരം നമുക്ക് ബുക്ക് ബിൽഡ് ഇഷ്യൂ ചെയ്യാം. ആ ബുക്ക് ബിൽഡ് ഇഷ്യൂടെ 75% മിനിമം മാർക്ക് കൊടുക്കണം, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് കൊടുക്കണം. ഇനി പറയുന്നത് ഫർദർ ഇഷ്യൂ ആണെങ്കിൽ അഡീഷണൽ കണ്ടീഷൻസ് ഒന്നുമില്ല. ഒന്നില്ലെങ്കിൽ ഈ 6(2) പ്രകാരം ബുക്ക് ബിൽഡ് ഇഷ്യൂ ആയിട്ട് തന്നെ ചെയ്യാം. അതല്ലെങ്കിൽ ഈ പറയുന്നതിനകത്തുള്ള 2 കണ്ടീഷൻസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നെറ്റ് വർത്തും ചേഞ്ച് നെയിം, ഇങ്ങനെ 2 കണ്ടീഷൻസ് മാത്രം നമുക്ക് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, എലിജിബിലിറ്റി റിക്വയർമെന്റ് ഫോർ ഇനീഷ്യൽ പബ്ലിക് ഓഫർ, സെക്ഷൻ 6 അല്ലെങ്കിൽ റെഗുലേഷൻ 6. എന്താ? an issuer may make initial public offer if conditions ആണ് the issuer has net tangible assets of at least 3 crore, 3 കോടി രൂപയുടെ നെറ്റ് ടാൻജിബിൾ അസറ്റ്സ് ഉണ്ടായിരിക്കണം. എപ്പോഴാ? in each of the preceding 3 years of 12 months each. അതായത് കഴിഞ്ഞ 3 വർഷങ്ങളിലും എത്ര ഉണ്ടായിരിക്കണം? 3 കോടി രൂപയുടെ നെറ്റ് ടാൻജിബിൾ അസറ്റ്സ് ഉണ്ടായിരിക്കണം. അതിനകത്ത് പറയുന്നുണ്ട് കണ്ടീഷൻ നോക്കി, ഓഫ് വിച്ച് നോട്ട് മോർ ദാൻ 50% ആർ ഹെൽഡ് ഇൻ മോണിറ്ററി അസറ്റ്സ്. 50% കൂടുതൽ എന്തായിട്ട് വെക്കാനും പാടില്ല, മോണിറ്ററി അസറ്റ് ആയിട്ട് ചെയ്യാനും പാടില്ല. സോ നിങ്ങളൊരു കമ്പനിയിലാണ്, ആ കമ്പനിക്ക് ഇനീഷ്യൽ പബ്ലിക് ഓഫറിലൂടെ ഈ പറയുന്ന ഷെയർസിന് ഇഷ്യൂ ചെയ്യണമെങ്കിൽ കഴിഞ്ഞ 3 വർഷങ്ങളിൽ 12 മാസം കയറി വരുന്ന കഴിഞ്ഞ 3 വർഷങ്ങളിൽ 3 കോടി രൂപയെങ്കിലും നിങ്ങൾക്ക് എന്തായിട്ടുണ്ടാവണം? നെറ്റ് ടാൻജിബിൾ അസറ്റ് ഉണ്ടായിരിക്കണം. ആ 3 കോടി രൂപയുടെ 50% കൂടരുത് എന്ത്? മോണിറ്ററി അസറ്റ്സ്. ഓക്കെ, അതിനകത്ത് പറയുന്ന കണ്ടീഷൻ നോക്കിയേ, ഇഫ് മോർ ദാൻ 50% ഓഫ് നെറ്റ് ടാൻജിബിൾ അസറ്റ്സ് ആർ ഹെൽഡ് ഇൻ മോണിറ്ററി അസറ്റ്സ്. ഇനി 50% കൂടുതൽ മോണിറ്ററി അസറ്റ് ആണെന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിലോ then the issuer has to make firm commitment to utilize such excess monetary asset in his business or project. മനസ്സിലായി? അതായത് ആ 50% കൂടുതൽ മോണിറ്ററി അസറ്റ്സ് ഉണ്ടെങ്കിൽ അത് വരുന്ന, അല്ലെങ്കിൽ ആ 50%-നേക്കാൾ മുകളിൽ വരുന്നത് ഏതിനകത്ത് തന്നെ, ബിസിനസ്സിനകത്ത് തന്നെ യൂസ് ചെയ്യാനുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കി വെച്ചിരിക്കണം. മനസ്സിലായി? സോ ഇതൊരു ജനറൽ കണ്ടീഷൻസ് അല്ല പറയണേ. ഒരു ഇഷ്യൂവർ പബ്ലിക്കിലോട്ട് ഇനീഷ്യലി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വൺ പറയുന്നത് നെറ്റ് ടാൻജിബിൾ അസറ്റ്സ് ആണ്. 3 വർഷങ്ങളിൽ, കഴിഞ്ഞ 3 വർഷങ്ങളിൽ 3 കോടി രൂപയ്ക്ക് മുകളിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? നെറ്റ് ടാൻജിബിൾ അസറ്റ്സ് ഉണ്ടായിരിക്കണം. ആ 3 കോടി രൂപയിൽ 50% കൂടരുത് മോണിറ്ററി അസറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ 3 കോടി രൂപയ്ക്ക് മുകളിൽ, ഇതിൻ്റെ 50% മുകളിൽ നിങ്ങൾക്ക് മോണിറ്ററി അസറ്റ് ഉണ്ടായി എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ അസറ്റിൻ്റെ യൂസേജിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റും കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കണം. മനസ്സിലായി? ആൻഡ് ദ സെക്കൻഡ് വൺ, ഇറ്റ് ഹാസ് എ മിനിമം ആവറേജ് പ്രീ ടാക്സ് പ്രോഫിറ്റ് ഓഫ് ₹15 crore. എത്ര വേണം? പ്രീ ടാക്സ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15 crore വേണം. കാൽക്കുലേറ്റഡ് ഓൺ എ റീസ്റ്റേറ്റഡ് ഓർ എ കൺസോളിഡേറ്റഡ് ബേസിസ് ഡ്യൂറിംഗ് ദ 3 മോസ്റ്റ് പ്രോഫിറ്റബിൾ ഇയേഴ്സ് ഔട്ട് ഓഫ് ദ ഇമീഡിയറ്റ് പ്രീസീഡിംഗ് 5 years. കഴിഞ്ഞ 5 വർഷങ്ങളിൽ 3 വർഷങ്ങളിൽ മിനിമം 15 കോടി രൂപയുടെ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. സോ കഴിഞ്ഞ 3 വർഷങ്ങളിൽ 3 കോടി രൂപയുടെ ടാൻജിബിൾ അസറ്റ്സ് ഉണ്ടായിരിക്കണം. ഇനി കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഏതെങ്കിലും ഒരു 3 വർഷം മിനിമം 15 കോടി രൂപയുടെ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. ആൻഡ് ദ തേർഡ് വൺ, ദ ഇഷ്യൂർ കമ്പനി ഹാസ് എ നെറ്റ് വർത്ത് ഓഫ് അറ്റ്ലീസ്റ്റ് 1 crore ഇൻ ഈച്ച് ഓഫ് ദ പ്രീസീഡിംഗ് 3 full years ഓഫ് 12 months each. അതായത് നെറ്റ് വർത്തായിട്ട് എത്ര ഉണ്ടായിരിക്കണം? 1 കോടി രൂപ നെറ്റ് വർത്ത് ഉണ്ടായിരിക്കണം. അതും നിർബന്ധമായിട്ടും കഴിഞ്ഞ 3 വർഷങ്ങളിൽ, 12 മാസം കയറി വരുന്ന കഴിഞ്ഞ 3 വർഷങ്ങളിൽ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 1 കോടി രൂപയെങ്കിലും ഉണ്ടായിരിക്കണം. And the last one, in case change of name by the issuer company within last 1 year, കഴിഞ്ഞ 1 വർഷത്തിൽ നമ്മുടെ കമ്പനിയുടെ പേര് മാറ്റി എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 50% of revenue from the preceding 1 year should have been earned by the company from the activity indicated by the new name. അതായത് കഴിഞ്ഞ വർഷം നിങ്ങളുടെ കമ്പനിയുടെ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ റവന്യൂവിൻ്റെ 50%-നേക്കാൾ കൂടുതൽ പുതിയ പേരിൽ നിന്നുണ്ടായിരിക്കുന്നതായിരിക്കണം. മനസ്സിലായി? സോ നിങ്ങളൊരു അൺലിസ്റ്റഡ് ഇഷ്യൂവർ ആണ്, നിങ്ങൾ പുതിയതായിട്ട് ഒരു ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് വൺസ് അഗെയിൻ എത്രയൊക്കെയാണ്? 3 കോടി രൂപയുടെ നെറ്റ് ടാൻജിബിൾ അസറ്റ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതിനകത്ത് 50%-നേക്കാൾ കൂടുതൽ മോണിറ്ററി അസറ്റ്സ് ആവരുത്. ആൻഡ് സെക്കൻഡ് വൺ, 15 കോടി രൂപയ്ക്ക് മുകളിൽ എന്തുണ്ടായിരിക്കണം? നമ്മുടെ പ്രീ ടാക്സ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ 5 വർഷങ്ങളിൽ 3 വർഷങ്ങളിൽ മതി. ആൻഡ് ദ ലാസ്റ്റ് വൺ, നമ്മുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 1 കോടി രൂപയ്ക്ക് മുകളിൽ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ 3 വർഷങ്ങളിലും വേണം. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷം പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ പേരിൽ നിന്നായിരിക്കണം നമ്മുടെ റവന്യൂവിൻ്റെ 50%-നേക്കാൾ കൂടുതൽ. മനസ്സിലായി? ആൻഡ് ദ നെക്സ്റ്റ് വൺ,
An issuer not satisfying any of the conditions stipulated above may make an initial public offer if the issue is made through the book building process. നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, 6.1 പ്രകാരം ഓക്കെ അല്ലെങ്കിൽ നമുക്ക് 6.2 യൂസ് ചെയ്യാം. ആ 6.2-നകത്ത് ഏത് പ്രോസസ്സാണ് പറയണേ? ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സാണ് പറയണേ. And the issuer undertakes to allot at least 75% of the net worth to the public to qualified institutional buyers. അതായത് നിങ്ങൾക്ക് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലൂടെ ഇഷ്യൂ ചെയ്യാം, പക്ഷേ 75% എങ്കിലും ആർക്ക് കൊടുത്തിരിക്കണം? നമ്മുടെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് കൊടുത്തിരിക്കണം. ആൻഡ് ടു റീഫണ്ട് ദ ഫുൾ സബ്സ്ക്രിപ്ഷൻ. ഇനി കണ്ടീഷൻ പറയുന്നത് നോക്കി, ആൻഡ് ടു റീഫണ്ട് ഫുൾ സബ്സ്ക്രിപ്ഷൻ മണി ഇഫ് ഇറ്റ് ഫെയിൽസ് ടു മേക്ക് ദ അലോട്ട്മെന്റ് ടു ദ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബയേഴ്സ് ആൻഡ് റീഫണ്ട് ഫുൾ സബ്സ്ക്രിപ്ഷൻ ഇഫ് ഇറ്റ് ഫെയിൽസ് ടു ഡു സോ. അതായത് ആ രീതിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, ഓക്കെ, നമ്മൾ ഓൾറെഡി അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? റീഫണ്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും, ഫുൾ എമൗണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ആൻ ഇഷ്യൂർ മേക്ക് ആൻ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഓഫ് കൺവേർട്ടബിൾ ഡെപ്റ്റ്. ഈ പറയുന്നത് പോലെ സെക്യൂരിറ്റി മാത്രമല്ല, കൺവേർട്ടബിൾ ഡെപ്റ്റിൻ്റെയും ഇനീഷ്യൽ പബ്ലിക് ഓഫറിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ വിത്തൗട്ട് മേക്കിംഗ് എ പ്രയർ പബ്ലിക് ഇഷ്യൂ ഓഫ് ഇറ്റ്സ് ഇക്വിറ്റി ഷെയർസ് ആൻഡ് ലിസ്റ്റിംഗ് പ്രൊവൈഡഡ് കമ്പനി ഹാസ് നോട്ട് ഡിഫോൾട്ടഡ് പേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ ഇൻട്രസ്റ്റ് ഫോർ ദ പീരീഡ് ഓഫ് 6 months. അതായത് ഈ പറയുന്നത് പോലെ ഒരു തരത്തിലുള്ള ഡിഫോൾട്ടും, അത് ഓൾറെഡി നമ്മുടെ ഡെപ്റ്റിൻ്റെ പ്രിൻസിപ്പൾ ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ആണെങ്കിലും ഒരു തരത്തിലും കഴിഞ്ഞ 6 മാസങ്ങളിൽ നമുക്ക് എന്തുണ്ടാവാൻ പാടില്ല? ഒരു തരത്തിലുള്ള ഡിഫോൾട്ടും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ഡിഫാൾട്ട് ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് ഏത് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ? ഈ പറയുന്ന കൺവേർട്ടബിൾ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന സാധനം ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? ആൻഡ് ദ നെക്സ്റ്റ് വൺ, ആൻ ഇഷ്യൂർ cannot make an allotment pursuant to the public issue if the number of prospective allotee is less than 1000. മനസ്സിലായി? അതായത് അലോട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 1000-ൽ താഴെയുള്ള ആൾക്കാർ മാത്രമാണെങ്കിൽ, അലോട്ടീസ് എന്ന് പറയുന്നത് 1000-ന് താഴെയുള്ള ആൾക്കാർ മാത്രമാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഇഷ്യൂ ചെയ്യാൻ പാടില്ല. And the next one, no issuer can make initial public offer if there are any outstanding convertible securities or the right which would entitle any person any option to receive equity shares after the initial public offer. മനസ്സിലായി? പറയുന്ന കണ്ടീഷൻ, നോ ഇഷ്യൂർ ക്യാൻ മേക്ക് ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഇഫ് ദർ ആർ എനി ഔട്ട്സ്റ്റാൻഡിംഗ് കൺവേർട്ടബിൾ സെക്യൂരിറ്റീസ്. ഏതെങ്കിലും തരത്തിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് കൺവേർട്ടബിൾ സെക്യൂരിറ്റീസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പം നമുക്കറിയാവുന്ന അല്ലേ, നമ്മൾ ഡെപ്റ്റൊക്കെ ഇഷ്യൂ ചെയ്യുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഇക്വിറ്റി ആക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. സോ അങ്ങനെ ഏതെങ്കിലും ഒരു കൺവേർട്ടബിൾ ഇക്വിറ്റി ഷെയർസ് പെൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? അതിനെ കൺവേർട്ട് ചെയ്യാതെ ഈ പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്ന സാധനം ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ നമുക്ക് പബ്ലിക് ഇഷ്യൂവിനെ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിച്ച്. അതിനകത്ത് ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഇഷ്യൂ ആണ്, അത് 6.1-ഉം 6.2 ആയിട്ട് തരംതിരിച്ചു. ആസ് പെർ 6.1 നമ്മളോട് പറഞ്ഞത് 4 കണ്ടീഷൻസ് ആണ്. നെറ്റ് വർത്ത് നോക്കണം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കണം, ടാഞ്ചിബിൾ അസറ്റ്സ് നോക്കണം, കൂടാതെ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ 50%-നേക്കാൾ കൂടുതൽ റവന്യൂ അതിനകത്ത് നിന്ന് കിട്ടണം. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അതിനകത്തുള്ള ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ 6.2 പ്രകാരം ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് ചെയ്യാം. ആ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിനകത്ത് നമ്മളോട് പറയുന്നത് മിനിമം 75% എങ്കിലും മാർക്ക് കൊടുത്തിരിക്കണം, ഈ പറയുന്ന ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് കൊടുത്തിരിക്കണം. അങ്ങനെ അലോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എമൗണ്ടിന് നമ്മൾ തിരിച്ച് റീഫണ്ട് ചെയ്യേണ്ടി വരും. മനസ്സിലായി? പിന്നെ ഈ പറഞ്ഞതുപോലെ ഓൾറെഡി കൺവേർട്ടബിൾ ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർസ് ഏതെങ്കിലും നിങ്ങൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അതിനെ കൺവേർട്ട് ചെയ്യാതെ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. കൂടാതെ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, പുതിയതായിട്ടുള്ള കൺവേർട്ടബിൾ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് കഴിഞ്ഞ 6 മാസങ്ങളിൽ പ്രിൻസിപ്പളായിട്ടോ ഇൻട്രസ്റ്റ് ആയിട്ടോ ഒരു തരത്തിലുള്ള ഡിഫോൾട്ടും ഉണ്ടായിരിക്കരുത്. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു ഇനീഷ്യൽ പബ്ലിക് ഇഷ്യൂ എന്നുള്ള രീതിക്ക് നമുക്ക് പഠിക്കണം. ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫർദർ പബ്ലിക് ഇഷ്യൂ ആണ്. പബ്ലിക് ഇഷ്യൂനെ രണ്ടായിട്ടാണ് തരംതിരിക്കണമെന്ന് പറഞ്ഞു, ഇനീഷ്യലിൻ്റെ കണ്ടീഷൻസ് പറഞ്ഞു. ഇനി പറയാനുള്ളത് ഫർദറിൻ്റെയാണ്. ഫർദറിന് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള കണ്ടീഷൻസും കാര്യങ്ങളൊന്നുമില്ല. ഇനീഷ്യൽ മനസ്സിലായവർക്ക് പെട്ടെന്ന് ഫർദർ മനസ്സിലാവും. ഓക്കെ, ആൻഡ് ഇഷ്യൂർ may make further public offer if it is satisfied the following conditions. ആദ്യത്തെ, if it has changed its name within the last 1 year, at least 50% of the revenue for the preceding 1 year have been earned by it, from the activity indicated the new name. നമ്മൾ അവിടെ പറഞ്ഞ അതേ കണ്ടീഷൻസ്. കഴിഞ്ഞ ഒരു വർഷങ്ങളിൽ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ 50% റവന്യൂ എവിടുന്ന് ഉണ്ടാക്കിയിരിക്കണം? പുതിയ പേരിൽ നിന്നുണ്ടായതായിരിക്കണം. ആൻഡ് ഇഫ് the issuer does not satisfy the above condition, ഈ പറയുന്ന പോലെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, it may make further issue offer it satisfy the following condition. അത് നമ്മൾ പറഞ്ഞതാ, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമുക്ക് ചെയ്യാം. ആ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിനകത്ത് നമ്മളോട് എന്താ പറയണേ? മിനിമം 75% മാർക്ക് കൊടുക്കണം, നമ്മുടെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് കൊടുക്കണം. സിറ്റുവേഷൻ മനസ്സിലായി? ആ 75% നമ്മൾ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് കൊടുക്കണം. സോ
ഫർദർ ആയിട്ട് പബ്ലിക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ആകെ കൂടെ പറഞ്ഞിരിക്കുന്ന കാര്യം, കഴിഞ്ഞ വർഷങ്ങളിൽ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ മിനിമം 50% റവന്യൂ എങ്കിലും പുതിയ പേരിൽ നിന്നുണ്ടായിരിക്കണം. ആൻഡ് അതിനകത്തുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ പോകാം. ആ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിനകത്ത് മിനിമം 75% ആർക്ക് കൊടുക്കണമെന്ന് മാത്രം, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് കൊടുക്കണമെന്ന് മാത്രം. ഓക്കെ. സോ ഇഷ്യൂവിൻ്റെ ഇത്തരത്തോളം കണ്ടീഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ പ്രൈസിങ്ങിൻ്റെ കണ്ടീഷൻസിനെ കുറിച്ചാണ്. അതായത് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പം ഏത് രീതിയിലാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത്, നമ്മുടെ സെക്യൂരിറ്റീസിന് ഏത് രീതിയിലാണ് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. Okay, pricing in public issue. That means the issuer determines the price of equity shares and convertible securities in consultation with the lead merchant banker or through the book building process. രണ്ട് രീതിയിലാണ് പറയണേ. അതായത് മർച്ചന്റ് ബാങ്കറിന്റെ സഹായത്തോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഷെയർസിന്റെ പ്രൈസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം. ഓക്കെ, നിങ്ങൾ പുതിയതായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പോവാണ്. സോ മാർക്കറ്റിലെ ഡിമാൻഡും കാര്യങ്ങളൊക്കെ എത്രയാണെന്നൊന്നും അറിയില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഷെയർസിൻ്റെ പ്രൈസ് എത്രയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. സോ രണ്ട് രീതിയിലാണ് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത്. ഒന്നില്ലെങ്കിൽ ലീഡ് മർച്ചന്റ് ബാങ്കേഴ്സ് ആരൊക്കെയാണോ, ഓക്കെ, അവരുമായിട്ടുള്ളൊരു കൺസൾട്ടേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പ്രൈസ് ഫിക്സ് ചെയ്യാം. ഓർ എന്ത് ചെയ്യാം, ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമുക്ക് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാം. ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ പറയുന്നത് പോലെ എന്താ ഒരു ഡിമാൻഡ് അല്ലേ, അതായത് മാർക്കറ്റിലെ ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൈസ് തീരുമാനിക്കുന്നതിനാണ് നമ്മൾ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിഫറൻഷ്യൽ പ്രൈസിംഗ് ആണ്. ദാറ്റ് മീൻസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും നമ്മുടെ കൈവശമുള്ള സെക്യൂരിറ്റീസിന് എല്ലാത്തിനും സിംഗിൾ വാല്യൂ തന്നെ ആയിരിക്കണം. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഡിഫറൻഷ്യൽ പ്രൈസിംഗ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാം. നോക്കാം. An issuer may offer equity shares and convertible securities at different prices subject to the following conditions. അതായത് സിംഗിൾ പ്രൈസ് ആയിരിക്കണം, പക്ഷേ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൈസസിനകത്ത് ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യാം, പക്ഷേ ഈ പറയുന്ന കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. The first one, the retail individual investors or shareholders or employees entitled for the reservation making an application for equity shares and convertible securities of value not more than 2 lakhs. അല്ലേ, റീറ്റെയിൽ എന്ന് പറയുന്നത് നോട്ട് മോർ ദാൻ 2 lakhs ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ആ ഡെഫിനിഷൻസിനകത്ത് പറഞ്ഞായിരുന്നു. മേ ബി ഓഫേർഡ് ഇക്വിറ്റി ഷെയർസ് ആൻഡ് കൺവേർട്ടബിൾ സെക്യൂരിറ്റീസ് അറ്റ് എ പ്രൈസ് ലോവർ ദാൻ ദ പ്രൈസ് അറ്റ് വിച്ച് ദ നെറ്റ് ഓഫർ ഈസ് മെയ്ഡ് to other categories of applicants provided such difference is not more than 10% of the price at which equity shares or convertible securities are offered to other categories of applicants. കുറേ അധികം കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് അറിയാവുന്ന 2-3 കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അതായത് ഡിഫറൻഷ്യൽ പ്രൈസിംഗ് എന്ന് പറയുന്ന രീതിയിൽ ഈ പറയുന്ന റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സെക്യൂരിറ്റീസ് ഓഫർ ചെയ്യാം. മനസ്സിലായി? ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിനോ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിനോ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിനോ ഒന്നും അല്ല നമ്മളിവിടെ പറയണേ. ദാറ്റ് മീൻസ് റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ്, 2 ലക്ഷം രൂപയിൽ താഴെ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയണേ. അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഷെയർ വേറെ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതിനേക്കാൾ 10% വരെ കുറച്ച് ഇവർക്ക് കൊടുക്കാം. അതായത് ഇവർക്ക് 2 പേർക്കും കൊടുക്കുന്നതിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് മാക്സിമം 10% വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ആ മെറ്റീരിയലിനകത്ത് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, സോ ഡിഫറൻഷ്യൽ പ്രൈസിങ്ങിനകത്ത് ആദ്യത്തെ റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാം, അത് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ 10% ഡിഫറൻസ് വരുത്തിയിട്ട് കൊടുക്കാം. ആൻഡ് ദ നെക്സ്റ്റ് വൺ, in case of book building issue, the price of the equity shares and convertible securities offered to anchor investor cannot be lower than the price offered to other applicants. ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്താണെന്ന് നമ്മൾ ഡെഫിനിഷൻസിനകത്ത് പറഞ്ഞാൽ. സോ ബുക്ക് ബിൽഡിംഗ് ഇഷ്യൂസിനകത്ത് ഈ പറയുന്നത് പോലെ പ്രൈസിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതും ഈ പറയുന്ന ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആങ്കർ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. സോ ഇവിടെ പറയുന്നത് നിങ്ങൾ അങ്ങനെ ഒരു ബുക്ക് ബിൽഡിംഗ് പ്രോസസ് ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഈ പറയുന്ന ഡിഫറൻഷ്യൽ പ്രൈസിംഗ് എന്ന് പറയുന്നത് അപ്ലിക്കബിൾ അല്ല. ദാറ്റ് മീൻസ് ആങ്കർ ഇൻവെസ്റ്റേഴ്സിനും ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതും തമ്മിലുള്ള എമൗണ്ടിനകത്ത് വ്യത്യാസം വരാൻ പാടില്ല. മനസ്സിലായി? സോ 2 കാര്യങ്ങളാണ് ഡിഫറൻഷ്യൽ പ്രൈസിനകത്ത് പറഞ്ഞേ. റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ ബാക്കിയുള്ള കാറ്റഗറിക്ക് കൊടുക്കുന്നതിനേക്കാൾ 10% വ്യതിയാനത്തിൽ കൊടുക്കാം, നമ്പർ 1. ആൻഡ് നമ്പർ 2, എന്താ, ബുക്ക് ബിൽഡിംഗ് പ്രോസസ് ആണെങ്കിൽ അവിടെ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് ആണ്, അവർ ഹ്യൂജ് എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് വില കുറയ്ക്കാനോ വില കൂട്ടാനോ ഒന്നും പാടില്ല. ബാക്കിയുള്ള കാറ്റഗറീസിന് കൊടുക്കുന്ന അതേ എമൗണ്ടിന് തന്നെ അതേ വാല്യൂവിൽ തന്നെ ഇവർക്ക് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യണം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ്, in case the issuer opts the alternative method of book building, the issuer may offer specified security to its employees at a price lower than the floor value. ആർക്ക് കൊടുക്കാം? എംപ്ലോയീസിന് കൊടുക്കാം. ഫ്ലോർ വാല്യൂവിനേക്കാൾ, ബേസ് വാല്യൂവിനേക്കാൾ കുറച്ച്. നിങ്ങൾ ബുക്ക് ബിൽഡിംഗ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്നത് പോലെ എംപ്ലോയീസിന് കൊടുക്കാം, ഫ്ലോർ വാല്യൂവിനേക്കാൾ കുറച്ച് കൊടുക്കാം. However, the difference between the floor value and the price at which the equity shares and convertible securities are offered to employee should not be more than 10% of the floor price. ഈ പറഞ്ഞതുപോലെ
ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലൂടെ ആങ്കർ ഇൻവെസ്റ്റേഴ്സിന് വില കുറച്ച് കൊടുക്കരുത്, പക്ഷേ നമ്മൾ ഈ പറയുന്ന എംപ്ലോയീസിന് കൊടുക്കാം. ആ എംപ്ലോയീസിന് കൊടുക്കുമ്പോൾ അതിൻ്റെ ഡിഫറൻസും എത്ര ശതമാനത്തിൽ കൂടരുത്? മോർ ദാൻ 10%, 10% കൂടരുത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഫേസ് വാല്യൂ മേ ബി ലെസ് ദാൻ 10. അതായത് ഓരോ ഇക്വിറ്റി ഷെയറിൻ്റെ മിനിമം ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയെങ്കിലും ആയിരിക്കണം. പക്ഷെ ഇവിടെ പറയുന്നത് മേ ബി ലെസ് ദാൻ 10, 10 രൂപയേക്കാൾ താഴെ നമുക്ക് ഫേസ് വാല്യൂ ഫിക്സ് ചെയ്യാം. ബട്ട് നോട്ട് ലെസ് ദാൻ ₹1, 1 രൂപയെ താഴരുത്. ദാറ്റ് മീൻസ് കോമൺ കേസിനകത്ത് ഒരു സെക്യൂരിറ്റിയുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ്. പക്ഷേ ഇവിടെ 10 രൂപയെ താഴെ, പക്ഷേ ഒരു കാരണവശാലും 1 രൂപയെ താഴരുത്. അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞു നോക്കിയേ, ഇഫ് ദ ഇഷ്യൂ പ്രൈസ് ഈസ് 100 or more per share. മനസ്സിലായി? 500 രൂപയ്ക്ക് മുകളിൽ ഷെയർ പ്രൈസ് ഉണ്ടെങ്കിൽ, ഷെയറിന്റെ ഇഷ്യൂ പ്രൈസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? 10 രൂപയിൽ നിന്ന് കുറയാം. സോ നോർമൽ കേസിനകത്ത് ഫേസ് വാല്യൂ മേ ബി നോർമൽ കേസിനകത്ത് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപ തന്നെ ആയിരിക്കണം. ഇനി നിങ്ങൾ ഇഷ്യൂ ചെയ്യുന്നത് 500 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഈ പറയുന്ന 10 രൂപ എന്ന് പറയുന്ന മാൻഡേറ്ററി എമൗണ്ട് വേണമെങ്കിൽ എവിടം വരെ ആക്കാം? 1 രൂപ വരെ ആക്കാം. ഇഫ് ദ ഇഷ്യൂ പ്രൈസ് ഈസ് ലെസ് ദാൻ 500, ദ ഫേസ് വാല്യൂ ഷാൾ ബി 10 per share. 500 രൂപ താഴെയാണ് ഇഷ്യൂ പ്രൈസ് എങ്കിൽ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കണം? 10 രൂപ തന്നെ ആയിരിക്കണം. ഓക്കെ, സോ ജനറൽ കണ്ടീഷൻസ് പറഞ്ഞു. ജനറൽ കണ്ടീഷൻസ് കഴിഞ്ഞിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ പ്രൈസിങ്ങിലോട്ടാണ് കിടന്നത്. മനസ്സിലായി? ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രൊമോട്ടേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചാണ്. എന്താണ് പ്രൊമോട്ടേഴ്സ് എന്ന് അറിയാം അല്ലേ? ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പായിട്ട് നിൽക്കുന്ന പ്രൊമോട്ടേഴ്സാണ്. കാരണം പ്രൊമോട്ടേഴ്സാണ് ഈ പറയുന്നത് പോലെ ഷെയർസിൻ്റെ ഈ എന്താ പറയുക പബ്ലിക്കിലോട്ട് കൊണ്ടുവരുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും പ്രൊമോട്ടേഴ്സാണ്. സോ ഇവിടെ ഇങ്ങനെ നിങ്ങൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പ്രൊമോട്ടേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരിക്കണം നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. The promoters' minimum contribution varies from case to case. Minimum എത്രയാണെന്നുള്ളത് വേരി ചെയ്തുകൊണ്ടിരിക്കും. The promoters of the issuer are required to contribute in the public issues as follows. The first one, in case of an initial public offer, the minimum contribution should not be less than 20% of the post-issue capital. മനസ്സിലായി? അതായത് ഏതാണെങ്കിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ആണെങ്കിൽ പോസ്റ്റ് ഇഷ്യൂ ക്യാപിറ്റലിൻ്റെ 20%-നേക്കാൾ കുറവാവരുത് ആരുടെ കോൺട്രിബ്യൂഷൻ? ഈ പ്രൊമോട്ടേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ. പോസ്റ്റ് ഇഷ്യൂ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്, പ്രീ അല്ല പോസ്റ്റ്. ദാറ്റ് മീൻസ് ഈ പറയുന്ന ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഷെയർസ് എല്ലാം ഇഷ്യൂ ചെയ്തതിന് ശേഷം ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ആ ക്യാപിറ്റലിനകത്ത് മിനിമം 20% ഷെയർസ് ആരുടെ ആയിരിക്കണം? ഈ പറയുന്ന പ്രൊമോട്ടേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ആയിരിക്കണം. ആൻഡ് നമ്പർ 2, ഇൻ കേസ് ദ ഫർദർ പബ്ലിക് ഓഫർ ഇനീഷ്യൽ അല്ല ഫർദർ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി എയ്തർ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 20% ഓഫ് ദ പ്രൊപ്പോസ്ഡ് ഇഷ്യൂ സൈസ് ഓർ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 20% ഓഫ് ദ പോസ്റ്റ് ഇഷ്യൂ ക്യാപിറ്റൽ. ഇവിടെ ഒരു കേസും കൂടെ പറയുന്നുണ്ട്. എന്താ? either to the extent of 20% of the proposed issue size. ഇഷ്യൂ സൈസിൻ്റെ 20% ആവാം ഫർദർ ആണെങ്കിൽ, ഫർദർ ഇഷ്യൂ ആണെങ്കിൽ ഇഷ്യൂ സൈസിൻ്റെ 20% ആവാം. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പോസ്റ്റ് ഇഷ്യൂ ക്യാപിറ്റലിൻ്റെ 20% ആവാം. ദാറ്റ് മീൻസ് അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 20% ആണ്. അത് മസ്റ്റാണ്. മനസ്സിലായോ? And the next one, in case the composite issue ആണെങ്കിൽ either to the extent of 20% of the proposed issue size or the extent of 20% of post issue capital excluding the right issue component. മനസ്സിലായി? അതായത് ഈ പറയുന്ന കോമ്പോസിറ്റ് ഇഷ്യൂവിനകത്ത് റൈറ്റ് ഇഷ്യൂ വരും. സോ ആ റൈറ്റ് ഇഷ്യൂ എന്നതിൻ്റെ എലമെൻറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഈ പറയുന്ന 20% ക്രൈറ്റീരിയ തന്നെ വരണം. ഓക്കെ, സോ ആ 20% ഒന്ന് ഓർത്തിരുന്നാൽ മതി. എന്താ? ഇനീഷ്യൽ ആണെങ്കിൽ പോസ്റ്റ് ഇഷ്യൂ ക്യാപിറ്റൽ 20% വരണം. ഫർദർ പ്രോസസ്സിംഗ് ആണെങ്കിൽ പോസ്റ്റ് ഇഷ്യൂവിൻ്റെ 20%, അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യാൻ പോകുന്ന സൈസിൻ്റെ 20%. ഇത് നിർബന്ധമായിട്ടും ആരുടെ കോൺട്രിബ്യൂഷൻ ആയിരിക്കണം? പ്രൊമോട്ടേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ആയിരിക്കണം. കഴിഞ്ഞിട്ടില്ല. പ്രൊമോട്ടേഴ്സിന് ഇനിയും കണ്ടീഷൻസ് പറയുന്നുണ്ട്. ലോക്കിൻ ഓഫ് സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ഹെൽഡ് ബൈ ദ പ്രൊമോട്ടേഴ്സ്. ഈ പ്രൊമോട്ടേഴ്സ് ഇനീഷ്യലി മാത്രം ഇത് വെച്ചാൽ പോരാ, അവരൊരു നിശ്ചിത കാലയളവ് വരെ അവരത് എന്ത് ചെയ്ത് വെച്ചിരിക്കണം? ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കണം. നോക്കാം. In a public issue, the equity shares and the convertible debentures held by the promoters are locked in for the period stipulated below. എന്തൊക്കെയാണ് നോക്കിയേ? ഫസ്റ്റ് വൺ, മിനിമം പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ 20% എന്ന് പറയുന്ന മിനിമം പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ ഈസ് ലോക്ക്ഡ് ഇൻ ഫോർ ദ പീരീഡ് ഓഫ് 3 years from the date of commencement of the commercial production or the date of allotment of the public issue, whichever is later. മനസ്സിലായി? എങ്ങനെയായിരുന്നു? പ്രൊമോട്ടേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനെ മിനിമം, അതിൽ കൂടുതൽ അവർക്ക് വേണമെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം അല്ലേ? ഒരു 25-30% അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ മിനിമം കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 20% ആണ്. ആ 20% ആയിട്ട് വരുന്ന മിനിമം കോൺട്രിബ്യൂഷൻ അവർ മിനിമം 3 വർഷമെങ്കിലും ഹോൾഡ് ചെയ്ത് വെക്കണം. ആൻഡ് ദ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഇൻ എക്സസ് ഓഫ് മിനിമം പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ ഈസ് ലോക്ക്ഡ് ഇൻ ഫോർ ദ പീരീഡ് ഓഫ് 1 year. ഓക്കെ, അതിന് എക്സസ് ഉണ്ടെങ്കിൽ അതിന് 1 വർഷം മാത്രമേ ഉള്ളൂ. ഹൗവർ എക്സസ് പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ ഇൻ ഫർദർ പബ്ലിക് ഇഷ്യൂ ആർ നോട്ട് സബ്ജക്ട് ടു ലോക്കിംഗ്. അതായത് ഇതെല്ലാം പറയുന്നത് ഇനീഷ്യലിനെയാണ്. മനസ്സിലായി? അപ്പോൾ നോക്കി, നമ്മൾ പഠിച്ചതുപോലെ ഇനീഷ്യൽ പബ്ലിക് ഓഫറും വരും, ഫർദർ പബ്ലിക് ഓഫറും വരും.
ഓക്കെ, ഇവിടെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിനകത്ത് നമ്മൾ മെയിനായിട്ട് ഈ പറയുന്നത് പോലെ മിനിമവും വരും, ആ മിനിമത്തിന് മുകളിലുള്ള എക്സസും വരും. ഓക്കെ, ഇവിടെ മിനിമം പ്രൊമോട്ടേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ 3 വർഷം ലോക്ക് ചെയ്ത് വെക്കണം. ആൻഡ് എക്സസ് ആയിട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഇവിടെ ഒരു 25% ആയിരുന്നെങ്കിൽ 20% മിനിമം, അത് 3 വർഷം വേണം. എക്സസ് ആയിട്ട് വരുന്ന 5% എന്ന് പറയുന്നത് 1 ഇയറിലോട്ട് മതി. ഇനി ഇത് ഫർദർ ആണെങ്കിൽ എന്ത് വേണ്ട, ഈ പറയുന്നത് പോലെ എക്സസ് വരുന്ന, ഓക്കെ, എക്സസ് പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ ഇൻ ദ ഫർദർ പബ്ലിക് ഇഷ്യൂസ് ആർ നോട്ട് സബ്ജക്ട് ടു ലോക്കിൻ. അതായത് ഫർദർ പ്രോസസ്സിംഗ് ആണെങ്കിൽ ഈ പറയുന്ന എക്സസിന് എന്തുണ്ടാവില്ല, ലോക്കിൻ പീരീഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. മനസ്സിലായി? സോ പ്രൊമോട്ടേഴ്സ് 20% മിനിമം ഹോൾഡ് ചെയ്യണം. 20% മിനിമം അവർക്ക് കോൺട്രിബ്യൂഷൻ വേണം. ആ 20% എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 1 വർഷം വരെ എന്ത് ചെയ്തേ പറ്റൂ, അവർ ഹോൾഡ് ചെയ്തേ പറ്റൂ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ബുക്ക് ബിൽഡിംഗ്. അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിനകത്ത് കുറേ സ്ഥലത്ത് കയറി വന്ന സാധനമാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന സാധനം. നോക്കാം എന്താണ് ബുക്ക് ബിൽഡിംഗ്. ബുക്ക് ബിൽഡിംഗ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ആൻ അണ്ടർ റൈറ്റർ അറ്റംപ്റ്റ്സ് ടു ഡിറ്റർമൈൻ ദ പ്രൈസ്. അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിന്റെ സമയത്ത് ഈ അണ്ടർ റൈറ്റേഴ്സ് ഏതിൻ്റെ, നമ്മുടെ സെക്യൂരിറ്റിയുടെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യണേ. ദ പ്രോസസ് ഓഫ് ദ പ്രൈസ് ഡിസ്കവറി ഇൻവോൾവ്സ് ജനറേറ്റിംഗ് ആൻഡ് റെക്കോർഡിംഗ് ദ ഇൻവെസ്റ്റേഴ്സ് ഡിമാൻഡ് ആൻഡ് ദ ഫോർ ഷെയർസ് ബിഫോർ അറൈവിംഗ് ആൻഡ് ഇഷ്യൂ പ്രൈസ്. അതായത് ഒരു ഇഷ്യൂ പ്രൈസ് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു ഇഷ്യൂ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഈ പറയുന്ന ആളുടെ നമ്മുടെ അണ്ടർ റൈറ്റേഴ്സ് ഈ നമ്മുടെ പ്രോസ്പെക്ടസ് ഒക്കെ കാണിച്ച് നമ്മുടെ കമ്പനിയുടെ ഡിമാൻഡ് വരുത്തിയിട്ട് ആ ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൈസ് ഡിസ്കവറി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. സോ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലൂടെ ഈ പറയുന്ന നമ്മുടെ അണ്ടർ റൈറ്റേഴ്സിൻ്റെ കെയർ ഓഫിൽ നമുക്ക് പ്രൈസും ഡിമാൻഡും ഫിക്സ് ചെയ്തതിന് ശേഷം അത് ആറിലോട്ട് എത്തിക്കാം, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിലോട്ട് എത്തിക്കാം. പക്ഷെ അങ്ങനെ ഇൻവെസ്റ്റേഴ്സിലോട്ട് എത്തിക്കുകയാണെങ്കിലും അവിടെയും നമുക്ക് മിനിമം, അല്ലെങ്കിൽ അവിടെയും നമുക്ക് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും നേരം പറഞ്ഞതെല്ലാം ഡയറക്റ്റ് ആയിട്ട് പബ്ലിക്കിലോട്ട് ഇഷ്യൂ ആണെങ്കിൽ പോലും ഇവിടെ പറയുന്നത് നമ്മൾ ഫുള്ള് ഇത് ഏൽപ്പിക്കുന്നത് ആരെയാ, നമ്മുടെ അണ്ടർ റൈറ്റേഴ്സിനെയാണ് അല്ലേ. നമുക്കൊരു 1000, 2000, 3000 ഷെയർസ് ഉണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് നമ്മൾ ഏൽപ്പിക്കുന്നത് അണ്ടർ റൈറ്റേഴ്സിനെയാണ്. സോ അണ്ടർ റൈറ്റേഴ്സ് ആണ് ഈ പറയുന്ന ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യണേ. അങ്ങനെ നിങ്ങൾ ആലോചിച്ചാൽ മതി. പക്ഷേ അങ്ങനെ അണ്ടർ റൈറ്റേഴ്സിന് കൊടുക്കുന്ന സമയത്തും അണ്ടർ റൈറ്റേഴ്സിന് അല്ലെങ്കിൽ അണ്ടർ റൈറ്റേഴ്സിൻ്റെ കീഴിൽ ബുക്ക് ബിൽഡിംഗ് ചെയ്യുകയാണെങ്കിലും അവിടെയും കുറച്ച് കണ്ടീഷൻസ് നമ്മളോട് പറയുന്നുണ്ട് സ്പെസിഫിക് ആയിട്ട്. നോക്കാം. ഓക്കെ, ഇങ്ങനെ ബുക്ക് ബിൽഡിംഗ് ചെയ്യുന്ന നേരത്തുണ്ടാവുന്ന ICDR റെഗുലേഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയണേ. In an issue made through the book building process, the allocation of the net offer to public categories is made as follows. അതായത് ഈ മിനിമം ഇത്രയും പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ പബ്ലിക്കിലോട്ട് എന്തെത്തിക്കാൻ, നിങ്ങളുടെ ഷെയർസ് എത്തിക്കാൻ. അതിനകത്ത് മിനിമം 35% ടു റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ്. റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ആരാന്ന് പറഞ്ഞു, അവർക്ക് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലൂടെ മിനിമം 35% എങ്കിലും എത്തിയിരിക്കണം. ആൻഡ് മിനിമം 15% ടു നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. മിനിമം 15% എന്ന് പറയുന്നത് ആർക്ക് അവകാശപ്പെട്ടതാണ്, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് അവകാശപ്പെട്ടതാണ്. ആൻഡ് മാക്സിമം 50% ടു ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ്. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് മാക്സിമം 50% വരെ ആവാം. ആ 50%-നകത്ത് 5% എന്ന് പറയുന്നത് ആർക്ക് അലോക്കേറ്റ് ചെയ്യേണ്ടി വരും, മ്യൂച്വൽ ഫണ്ട്സിന് അലോക്കേറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായി? ഇപ്പം നിങ്ങൾക്ക് ആ ട്രീറ്റ്മെൻറ്റ് മനസ്സിലാവുണ്ടല്ലോ. അതായത് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഡയറക്റ്റ് ആയിട്ട് പബ്ലിക്കിലോട്ട് എത്തിക്കുന്നതല്ല. ഈ പറയുന്ന പോലെ അണ്ടർ റൈറ്റേഴ്സിൻ്റെ കീഴിൽ അവർ ഡിമാൻഡ് റൈസ് ചെയ്ത് അവരൊരു പ്രൈസ് ഫിക്സ് ചെയ്ത് അവർ മുഖേന നമ്മുടെ ഷെയർസ് പബ്ലിക്കിലോട്ട് എത്തുകയാണ്. അങ്ങനെ എത്തുന്ന സമയത്ത് ഈ പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ വേണം എത്തിക്കാൻ. അതായത് മിനിമം 35% എങ്കിലും ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കണം, മിനിമം 50% എങ്കിലും നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കണം, മാക്സിമം 50% വരെ മാത്രമേ നമ്മുടെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് കൊടുക്കാവൂ. ആ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിൻ്റെ 5% എന്ന് പറയുന്നത് ആർക്ക് അവകാശപ്പെട്ടതാണ്, മ്യൂച്വൽ ഫണ്ട്സിന് അവകാശപ്പെട്ടതാണ്. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഓക്കെ, ഇൻ ആൻ ഇഷ്യൂ മെയ്ഡ് ത്രൂ ദ ബുക്ക് ബിൽഡിംഗ് പ്രോസസ് അണ്ടർ സബ് റെഗുലേഷൻ 2 ഓഫ് ദ റെഗുലേഷൻ 6. അതായത് ഫർദർ പ്രോസസ്സിംഗ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഫർദർ ഇഷ്യൂ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മാക്സിമം 10% ടു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. അതായത് കഴിഞ്ഞതിനകത്ത് 35% പറഞ്ഞത് ഇനിഷ്യൽ ആണെങ്കിൽ ഇവിടെ ഫർദർ ആവുമ്പോൾ മാക്സിമം 10%, 10% വരെ മാത്രമേ ആർക്ക് അവകാശപ്പെട്ടതുള്ളൂ, റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന് അവകാശപ്പെട്ടതുള്ളൂ. ആൻഡ് മാക്സിമം 15% ടു നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. മാക്സിമം 15% വരെ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനാണ്. ആൻഡ് മിനിമം 75% ആർക്കാ, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിനാണ്. അതിനകത്ത് 5% എന്ന് പറയുന്ന ആർക്ക് കൊടുക്കണം, മ്യൂച്വൽ ഫണ്ട്സിന് കൊടുക്കണം.
മനസ്സിലായി? സോ ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് മനസ്സിലാക്കുക. ഈ പറഞ്ഞതുപോലെ അണ്ടർ റൈറ്റേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യണേ. അത് ഇനീഷ്യലി ആണ് ചെയ്യുന്നതെങ്കിൽ ആ 35-15-50 എന്ന് പറയുന്ന പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം. ഇനി അതല്ല ഫർദർ ഇഷ്യൂ ആണെങ്കിൽ ഈ പറയുന്ന കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ്, in an issue made other than through book building process അല്ലെങ്കിൽ allocation in the net offer to the public category will be made as follows. ഇനി ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് മുഖേന അല്ലെങ്കിലും ഈ പറയുന്ന പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമുക്ക് പബ്ലിക്കിലോട്ട് ഷെയർസ് എത്തിക്കാൻ. നോക്കി, മിനിമം 30% ടു റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ്, 30% റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി മാറ്റി വെക്കണം. റിമൈനിങ് ടു ദ ഇൻഡിവിജ്വൽ അപ്ലിക്കൻസ് അതർ ദാൻ റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് അതർ ഇൻവെസ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് കോർപ്പറേറ്റ് ബോഡീസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആൻഡ് കൺവേർട്ടബിൾ സെക്യൂരിറ്റീസ് അപ്ലൈഡ് ഫോർ. മനസ്സിലായി? അതായത് ബേസിക് കാറ്റഗറി ആയിട്ട് പറയുന്നത് 30% ആർക്ക് മാറ്റി വെക്കണമെന്ന് മാത്രമാണ്, ഈ പറയുന്ന ഇൻഡിവിജ്വൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് മാറ്റി വെക്കണമെന്ന് മാത്രമാണ്. ആൻഡ് ദ അൺസബ്സ്ക്രൈബ്ഡ് പോർഷൻ ഇൻ എയ്തർ ഓഫ് ദ കാറ്റഗറൈസ്ഡ്, മനസ്സിലായി? ഈ പറയുന്നതിനകത്ത് ഏതെങ്കിലും അൺസബ്സ്ക്രൈബ്ഡ് ആയിട്ടുള്ള പോർഷൻസ് വരികയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യാം, അതർ കാറ്റഗറിയിലോട്ട് അപ്ലൈ ചെയ്യാം. സോ അവിടെ 30%, 70% എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഓക്കെ, അവിടെ അൺസബ്സ്ക്രൈബ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ അൺസബ്സ്ക്രൈബ് ആയിട്ട് വരികയാണെങ്കിൽ അത് അതർ കാറ്റഗറിയിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഒരു ബേസിക് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ പറഞ്ഞ കാര്യം, ജനറൽ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, ഇനീഷ്യൽ ആൻഡ് ഫർദർ ഇതിൻ്റെ രണ്ടിൻ്റെയും ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻസ് പറഞ്ഞു, ഇതിൻ്റെ പ്രൈസിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, അങ്ങനെ ബുക്ക് ബിൽഡിംഗ് വരെ എത്തി. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററുമായിട്ട് പ്രധാനമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.